അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെ പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് ശരി. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്. എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയണത്? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. അമ്മ സംഘടനയുടെ ഈസി ഗ്രൂപ്പിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈസിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ശ്രീ ടിനി ടോം തന്നെ എനിക്ക് നേരെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് എഴുതി അയച്ച മെസ്സേജ് ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് അൺപാർലമെന്ററി ആണെന്ന്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി ഇട്ടപ്പോ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടിട്ടുണ്ട്, ഇത് പാർലമെന്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ലാന്ന്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഡബിൾ ഡാഡി സിൻഡ്രത്തിന് എനിക്കറിയാവുന്ന അർത്ഥം ഒന്നേ ഉള്ളൂ. ഇനി അതിന് നല്ലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത്തരത്തിൽ 17 പേരുള്ള ഒരു ഈസി ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇട്ടത്. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അതുപോലും ചോദ്യം ചെയ്യാൻ ആ 17 പേരുള്ള ആ ഗ്രൂപ്പിൽ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നതാണ്, വരുത്തിയതാണ്. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.